സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നത് ഒരു കിണറിന് മൂടി വാർക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കിണറിനെ മൂടി വാർക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്യാണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യുക, ഈ മോട്ടറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് കട്ട് ചെയ്യാണ്ട് എന്നിട്ട് മൂടി വാർക്കാണ്ട് അങ്ങനെയുള്ള പല പരിപാടികളാണ് ചെയ്യാനുള്ളത്. ഇതാണ് കിണർ. ആ കിണറൊന്ന് കാണിച്ചു കൊടുക്കാം, കിണറിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് കിണർ, ചെറിയ കിണറാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒന്ന് പൊളിക്കാണ്ട്, ഈ സൈഡ് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഈ സൈഡ് വരെ പൊളിച്ച് ഒഴിവാക്കാണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂടി ഇറക്കാണ്ട് കേട്ടോ. ബാക്കി അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ സൈഡ് പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ പൊളിച്ച് പകുതി വരെ സൈഡ് പൊളിച്ച് റെഡിയാക്കാണ്ട്, അപ്പോൾ അതിനുള്ള പണിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈഡൊക്കെ ഓരോ കല്ല് നമുക്ക് ഇങ്ങനെ അടുത്തെടുക്കാണ്ട്, കല്ലല്ല അത് ഓളബ്രിക്കാണ്, റൗണ്ട് ഓളബ്രിക്കാന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പടവ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ സിസിൽ വെച്ചിട്ട് ഓരോന്നോരോന്നോരോന്ന് അടർത്തി മാറ്റി ഏകദേശം അതിൻ്റെ ഫിനിഷായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ അതിൻ്റെ നല്ല അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ തന്നെ നല്ലൊരു റണ്ണർ സെറ്റ് ചെയ്ത് വെച്ചിന്. ബാക്കി രണ്ട് സൈഡിലേക്ക് നമ്മൾ പിന്നെ ചുമരിൻ്റെ മുകളിലെ 2.5 ഇഞ്ചിൻ്റെ കോൺക്രീറ്റാണ് വെച്ച് അടിച്ച് സെറ്റാക്കിയത് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലേറ്റ് ഇരുത്തുന്നത്. ബാക്കി ഫുള്ള് പലക തന്നെയാണ് അടിക്കുന്നത് കേട്ടോ. സെൻറ്ററിൽ റണ്ണർ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈ സൈഡിൽ ഇത് അടിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് പലക നിരത്തുക ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ അത് റെഡിയാക്കി വെച്ചിട്ട് ഫുള്ള് പലക അടിച്ച് സെറ്റാക്കുകയാണ്. ഷീറ്റൊന്നും ഇടുന്നില്ല, ഫുള്ള് പലക അടിക്കുകയാണ്. ചെറിയ ഇതായതുകൊണ്ട് ചെറിയ വലിയ ആയിട്ടുള്ള കിണറൊന്നുമല്ല. അപ്പോൾ അത് ഫുള്ള് പലക കൊണ്ട് തന്നെയാണ് പരിപാടി. പലക അടിച്ച് ക്ലിയറാക്കി സെറ്റാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. സൈഡൊക്കെ വെച്ച് റെഡിയാക്കിന്. സൈഡ് നമുക്ക് അവിടെ ഒരു ബീമുണ്ടാവും ചെറുതായിട്ട്, അപ്പോൾ ആ ബീമിന് വേണ്ടിയിട്ടാണ് അവിടെ സൈഡ് അയച്ച് കൂട്ടി വെക്കുകയാണ്. ഫുള്ള് പലതിൻ്റെ പരിപാടികൾ തട്ട് പണി ഫുള്ള് ഫിനിഷ് ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കമ്പി ഇട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ അടിയിലൊരു മാറ്റ് വിരിക്കാണ്ട് കിണറിലേക്ക് എല്ലാം ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കമ്പി ബീം കെട്ടീന്, അതിൻ്റെ സൈഡിൽ അടിയിൽ മാറ്റൊക്കെ വിരിച്ചിട്ട് ഒരു കമ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് കെട്ടി റെഡിയാക്കാണ്ട് ഒക്കെ നിരത്തി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കെട്ടി സെറ്റാക്കാണ്ട് കെട്ടുന്ന പണി നടന്നുകൊണ്ടിരിക്കണം. കെട്ടിക്കഴിഞ്ഞ് ഫിനിഷാക്കിയിട്ട് വേണം നമുക്ക് ആ സൈഡൊന്ന് ക്ലിയറാക്കി വെക്കാൻ. റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ പലക ചെറിയ പലക ചെയ്യാണ്ടേ ഒന്ന് റൗണ്ടാക്കി റെഡിയാക്കിയിട്ട് വേണം കോൺക്രീറ്റൊക്കെ ചെയ്യാൻ. അപ്പോൾ കമ്പിയൊക്കെ ഇതൊക്കെ ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ കമ്പി ഇട്ട് അപ്പുറത്ത് ബീമിട്ട് നമ്മൾ ചെറിയ ഇതാട്ടോ. അപ്പോൾ 6.4 റിങ്ങാണ് ഇട്ട്, തല തിരിച്ചിട്ടതാണ്. കമ്പിയൊക്കെ കെട്ടി സെറ്റാക്കി സൈഡൊക്കെ വെച്ച് ക്ലിയർ ആക്കിയിട്ട് ഇനി കോൺക്രീറ്റ് ചെയ്യാണ്. കോൺക്രീറ്റ് ഏകദേശം കഴിയാനാണ്. കോൺക്രീറ്റൊക്കെ ഏകദേശം ഫിനിഷായി തുടങ്ങി. ഇനിയിപ്പോൾ ആ സൈഡ് ബീം അവിടെ വാർക്കാണ്ട്, ആ ബീമിൻ്റെ സൈഡിൻ്റെ പണിയും കൂടി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഏകദേശം ഫിനിഷായിരുന്നു. ഇത്തിരി കൂടി കോൺക്രീറ്റിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അത് കുഴക്കുന്ന പരിപാടിയിലാണ്. ബീമിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അത് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മളെ പണി ഫിനിഷാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, യൂട്യൂബിലാണ് കാണണമെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക.